വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം പാർസലായി ഭക്ഷണ ഹാളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ബന്ധപ്പെട്ട എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഭക്ഷണ കൂപ്പണുമായി ചെന്ന് വിദ്യാർത്ഥികൾക്കുള്ള പാർസൽ ഭക്ഷണം ശേഖരിച്ചു വെക്കേണ്ടതാണ്. ഇത് വെജിറ്റബിൾ പെയിന്റിംഗ് ലീഫ് എന്തുകൊണ്ടെങ്കിൽ കൊണ്ടിരിക്കാൻ ബട്ടട്ടോ പൊട്ടാറ്റോ ഒക്കെ പെയിന്റ് വെച്ചിട്ട് കൗശലം പാടാക്കുന്നല്ലേ. എല്ലാവർക്കും കൊടുത്ത് 40 കൊടുക്കണം. കംപ്ലീറ്റ് സിംഗിൾ ആയിട്ടില്ല. അത് നെറ്റ് pasti boleh padi ni. വളരെ നല്ല ഇതായിട്ടുണ്ട്. മാത്രം കുറച്ചായി ഇത് പിന്നെ ഇങ്ങോട്ട് ശ്രുതി ശരിയില്ല. സംഗതി വന്നിട്ടില്ലേ? സോറി, ശ്രുതിയല്ല, ഇതെല്ലാം മോശമില്ല. അവസാനം ആരാകില്ലേ? അല്ല, ശ്രുതിയല്ലേ വരാത്ത അനിയത്തി വന്നില്ല. ಪರಿಸರ ಸಂರಕ್ಷಣೆ ಮತ್ತು ಜೀವವೈವಿಧ್ಯ ರಕ್ಷಣೆ. ಯಾವ ಸ್ಕೂಲ್? ಬೇಕಲ್ಕೋಟ ಈ നിർമ്മിതി മൊഗ്രാൽ ഗവൺമെന്റ് സ്കൂൾ. മൊഗ്രാൽ സ്കൂളിൽ എത്ര ക്ലാസ് പഠിക്കും? 10 രൂപ. സൂര്യഗ്രഹണം അപ്പോൾ അത് 2 അനുഭവത്തിലേക്കും ഷെയർ ആവും. സൂര്യഗ്രഹണം നല്ല ശുദ്ധ മലയാളത്തിലെല്ലാം കർണം പൊട്ടിക്കുന്നത്. ಹೇಳಿಬಿಡಿ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡಿ, ಪರವಾಗಿಲ್ಲ. ಹೇಳಿ ಎಂದು ಸ್ವಲ್ಪ 3 ವರ್ಷಕ್ಕೊಮ್ಮೆ ಸಿಂಪಡಿಸುವುದು. ಒಂದು ಹೂವಾಗೋಕ್ಕಿಂತ ಮುಂಚೆ ಇಡ್ತಾರೆ, ಮತ್ತೆ ಹೂವಾದ ಮೇಲೆ ಮತ್ತೆ ಹೂವಾಗಿ ಮುಗ್ತಾರೆ. ಎಂಡೋಸಲ್ಫಾನ್ನ ದುಷ್ಪರಿಣಾಮದಿಂದ ಒಂದು ಮಗು ಸತ್ತಿದೆ. ಅದನ್ನು ನೋಡಿ ಮನೆಯವರು ಕೂಗ್ತಾ ಇದ್ದಾರೆ. ಮತ್ತೆ ತಾಯಿಯ ಸಹಾಯ ಇಲ್ಲದೆ ಒಂದು ಮಗುಗೆ ಏನು ಕೆಲಸ ಆಡಲಿಕ್ಕೆ കുട്ടിയുടെ മരിച്ചു കിടക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ എൻഡോസൾഫാൻ കീടനാശിനി കേരളത്തിൽ നിന്നും തുരത്തി ഓടിക്കുക. അതിന് വെള്ളം തളിക്കുന്നത് കീടനാശിനി ഉപയോഗിച്ച സ്കൂള് സ്കൂൾ ನಾನೀಗ ಈ ಗ್ಲಾಸ್ ಸ್ಲೈಡ್ ಅನ್ನು ಓರೆಯಾಗಿರಿದ್ದೇನೆ. ನಾನೀಗ ಇದಕ್ಕೆ 2 ಬೀಜ ಹಾಲನ್ನು ಹಾಕುತ್ತೇನೆ. ಈಗ ಈ ಹಾಲು ವೇಗವಾಗಿ ಕೆಳಗಡೆ ಬಿದ್ದಿದೆ ಮತ್ತು ಯಾವುದೇ ಬಿಳಿ ಗುರುತು ಕಾಣುವುದಿಲ್ಲ. ಆದ ಕಾರಣ ಇದರ ಬೆರಕೆಯಾಗಿದೆ. ಹಾಲಿನಲ್ಲಿ ನೀರನ್ನು ಬೆರೆಸುತ್ತಾರೆ, ಒಮ್ಮೆ ಹಾಳಾದ ಪಿಷ್ಟವನ್ನು ಬೆರೆಸುತ್ತಾರೆ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളയിലാണ് നാം ഇപ്പോൾ. ആൾക്കാരൊക്കെ ശാസ്ത്രമേള വീക്ഷിക്കാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പർമാരായ നസീമ നൂർജാൻ ബീഗമുണ്ട്. ഒക്കെ എങ്ങനെയുണ്ട് പരിപാടികൾക്ക്? നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പരിപാടിയൊക്കെ കണ്ടോ?
അഭിപ്രായം വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്താ പറയാ? എവിടം വരെ എത്തി ചോറ്? നമുക്ക് എന്തെങ്കിലും ബാക്കിയില്ല. പഞ്ചായത്ത് മെമ്പറാണ്. എന്ത് വേണ്ടേ? ഫാൻസി മേളയും അതോടനുസരിച്ച് സദ്യയെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഗ്രാലിൽ ഇത്തരമൊരു മേള ഇതുവരെ കണ്ടിട്ടില്ല. മൊഗ്രാലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനത്തെ ഒരു മേള വീക്ഷിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാവർക്കും നന്ദിയും കടപ്പാടും. മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരും അതുപോലെ തന്നെ സംഘടനകൾ, PTA കമ്മിറ്റി, അതുപോലെ തന്നെ കച്ചകെട്ട് ഇറങ്ങിയ അധ്യാപകരുടെ സേവനം എന്ന് പറയുമ്പോൾ രാത്രിയും പകലുമായിട്ടുള്ള സേവനം. ആ സേവനം എത്രത്തോളം വിജയിച്ചു എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ കൂട്ടായ്മ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അതുപോലെ തന്നെ നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ ദൈർഘ്യത്തിൻ്റെ ഈ ശാസ്ത്രമേള ഒമ്പിച്ച് വിജയമാക്കി തീർക്കാൻ സാധിച്ചു. ഈ മേളയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം, ആദ്യമായി ഒരു ഉത്സവം എന്ന് പറയാം. നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് രംഗത്തിറങ്ങി ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ മേള ഇത്രയും വിജയമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. വളരെ നന്നായി. ഏറ്റവും നല്ല ഒരു ഉത്സവമായി ഫുഡ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ മുഹമ്മദ്. ഭക്ഷണം കൃത്യം 12 കാലമാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല നിലയിലാണ് ഭക്ഷണം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1500 ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയും 1500 ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ട് പ്രതീക്ഷിക്കുന്നു. പരാജയമൊന്നുമില്ല. ഏറ്റവും നല്ലൊരു സപ്ലൈയും അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല ഭക്ഷണവുമാണ് ഇവിടെ ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടൻ സദ്യ നല്ല കുട്ടികളുടെ പാർട്ടിസിപ്പേറ്റും അതുപോലെ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സഹകരണമുണ്ട്. ഫുഡ് വളരെ നന്നായ രീതിയിലാണ് പോകുന്നത്. ഫ്രണ്ട്സ് ക്ലബ്ബും അതുപോലെ സംഘടനാ പ്രവർത്തകർ മുഴുവനുണ്ട്. ഫ്രണ്ട്സ് ക്ലബിന്റെ പൂർണ്ണമായ സഹകരണം അതുപോലെ മറ്റ് സംഘടനകളുടെ സഹകരണത്തോട് നല്ല രീതിയിലാണ് ഭക്ഷണം നടക്കുന്നുണ്ട്. കാലത്തിനെ കാണുന്നില്ലല്ലേ? എന്താടാ ആരിഫിന്റെ കൂടെ ഉണ്ടായിരുന്ന മിസ്റ്റർ MA അബ്ദുറഹ്മാൻ ഇപ്പോൾ കാണാറേ ഇല്ലല്ലോ. നിങ്ങൾ വല്ല സൗന്ദര്യപ്പിണക്കും അന്താച്ചാക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അവസരം ലഭിച്ചുകൊണ്ട് അദ്ദേഹം പ്രമോദിന് പകരമായിട്ട് ഏഷ്യാനെറ്റിൽ പോയിരിക്കുകയാണ്. അന്താച്ച